സംവിധായകൻ ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ എസ് സുരേഷ് ബാബു തിരക്കഥയെഴുതി 2026 ഏപ്രിൽ 15-ന് തിയേറ്ററുകളിലെത്തിയ ബിഗ് ബജറ്റ് ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. കഴിഞ്ഞ ദിവസം OTT-യിലാണ് സിനിമ കാണാൻ കഴിഞ്ഞത്. 1950-കളിലെ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ ഒരു പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ സിനിമയുടെ ചേരുവകളോടെ പറയാനാണ് ഡിജോ സിനിമയിലൂടെ ശ്രമിച്ചത്. എന്നാൽ ആ ശ്രമം അമ്പെ പാളിപ്പോകുകയായിരുന്നു. ഏകദേശം 45 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ചിത്രത്തിന് 20 കോടി രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാനായത്. രാഷ്ട്രീയപരമായും അല്ലാതെയും നിരവധി പ്രശ്നങ്ങൾ ഉള്ള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ആ പ്രശ്നങ്ങൾ തന്നെയാണ് സിനിമയുടെ പരാജയത്തിനും കാരണമായത്. എന്തുകൊണ്ടാണ് പള്ളിച്ചട്ടമ്പി ഒരു മോശം സിനിമയായത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു സിനിമോസഫി. 1957 മുതൽ 1959 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നടന്ന ചരിത്രപ്രസിദ്ധമായ വിമോചന സമരമാണ് സിനിമയുടെ പ്രധാന പശ്ചാത്തലം. കേരള കർണാടക അതിർത്തിയിലെ കണിയാർ എന്ന മലയോര ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഗ്രാമത്തിലെ പള്ളിയിലച്ഛനായ ഫാദർ പുരാംപ്ലാവിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ക്രിസ്റ്റഫർ സേന എന്നൊരു സേന രൂപീകരിക്കുന്നു. ഈ സേനയെ നയിക്കാനായി കൃഷ്ണൻപിള്ള എന്ന ഒരു ശക്തനായ റൌഡിയെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പള്ളിയുടെ ആവശ്യപ്രകാരം തന്റെ പേര് പോത്തൻ ക്രിസ്റ്റഫർ എന്നു മാറ്റുന്ന കൃഷ്ണപിള്ള കണിയാറിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ അടിച്ചമർത്താൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ നായികയായ KPSC റബേക്കയുമായി അയാൾ സൗഹൃദത്തിലാകുന്നതോടെ കഥയുടെ ട്രാക്ക് മാറുന്നു. തുടർന്നുണ്ടാകുന്ന കലാപങ്ങൾക്കും ആക്രമണങ്ങൾക്കും പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലെന്നും മറിച്ച് അവിടുത്തെ സ്വർണ്ണഖനനത്തിൽ കണ്ണുവച്ച പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന ക്രൂരനായ ജന്മിയാണെന്നും കൃഷ്ണപിള്ള തിരിച്ചറിയുന്നു. തുടർന്ന് പോത്തൻ ക്രിസ്റ്റഫർ ഗ്രാമവാസികളെ ഒന്നിപ്പിച്ച് നമ്പ്യാർക്കും അയാളുടെ പോലീസുകാരനായ ACP റൈരു രാമണ്ണക്കുമെതിരെ നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ കാതൽ. ഇതിനിടയിൽ പുതുപ്പള്ളിയിൽ നിന്നും MN ചാണ്ടി, അതായത് ഉമ്മൻചാണ്ടിയുടെ ചെറുപ്പകാലത്തെ സൂചിപ്പിക്കുന്ന കഥാപാത്രം ഗ്രാമവാസികളെ രക്ഷിക്കാൻ മുന്നറിയിപ്പുമായി എത്തുന്ന ഒരു കാമിയോ രംഗമുണ്ട്. എല്ലാം കോമഡി ആയതുകൊണ്ട് അതും ഒരു ബാലൻസ് കോമഡിയായാണ് തോന്നിയത്. സിനിമയുടെ പ്രധാന പോരായ്മകളിൽ ഒന്ന് തിരക്കഥ തന്നെയാണ്. സിനിമയുടെ ആദ്യ പകുതി അനാവശ്യമായ പ്രണയരംഗങ്ങൾക്കും യക്ഷഗാന നൃത്തങ്ങൾക്കുമായി ഉപയോഗിച്ചപ്പോൾ കഥയുടെ പുരോഗതി വളരെ സ്ലോ ആകുകയും ലാഗ് തോന്നിപ്പിക്കുകയും ചെയ്തു. ഡിജോയുടെ ട്രീറ്റ്മെന്റ് ഒരു മാസ് ആക്ഷൻ സിനിമയുടേതാണെങ്കിലും തിരക്കഥ അതിനനുസരിച്ചല്ല ആദ്യ പകുതിയിൽ ഉണ്ടായത്. എന്നാൽ രണ്ടാം പകുതിയിലെ തിരക്കഥയിൽ യാതൊരു ബിൽഡപ്പുമില്ലാതെ കലാപങ്ങൾ കുത്തിനിറച്ചതും പ്രേക്ഷകനെ നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത്. കൃത്യമായ ബിൽഡപ്പിനു ശേഷം അത്തരം രംഗങ്ങൾ വന്നിരുന്നുവെങ്കിൽ സിനിമയുടെ അനുഭവം മറ്റൊന്നാകുമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. നനഞ്ഞ പടക്കം പോലെയാണ് ആ രംഗങ്ങളിലെല്ലാം തോന്നിയത്. KGF, കാന്താര തുടങ്ങിയ പാൻ ഇന്ത്യൻ സിനിമകളുടെ മാതൃകയിൽ ഒരുക്കിയ ക്ലൈമാക്സ് രംഗങ്ങളും സിനിമയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ളതായിരുന്നു. കഥാപാത്രങ്ങളുടെ വികാരങ്ങളോ ലക്ഷ്യങ്ങളോ ദൃശ്യങ്ങളിലൂടെ വികസിപ്പിക്കുന്നതിനും കാണിക്കുന്നതിനും പകരം റേഡിയോ നാടകം പോലെ അതിദീർഘമായ സംഭാഷണങ്ങളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചതും സിനിമയുടെ പരാജയത്തിന് കാരണമായി. ഏതൊരു തിരക്കഥയുടെയും ഒന്നാമത്തെ നിയമമാണ് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ സിനിമയുടെ തിരക്കഥ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് മുതിർന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമയിലെ പല പ്രധാന രംഗങ്ങളും കൃത്രിമമായിട്ട് അനുഭവപ്പെട്ടത്. ചരിത്രപരമായി വിമോചന സമരം ഭൂനയങ്ങൾക്കും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കുമെതിരെ ഉയർന്ന സങ്കീർണ സാമൂഹിക വർഗ സമരമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കാനും വിപണിയിലെ ജനപ്രീതി നിലനിർത്താനും തിരക്കഥാകൃത്ത് വളരെ കൗശലപൂർവ്വം ഈ പ്രശ്നങ്ങൾ ഒരു സാങ്കല്പിക ബാഹ്യശത്രുവിന്റെ തലയിലേക്ക് കെട്ടിവെച്ചു. ഇത് യഥാർത്ഥ ചരിത്ര സമരങ്ങളെ ലഘൂകരിക്കുന്നതിനും അതുവഴി വിമർശനങ്ങൾക്കും ഇടയാക്കി. ഇടത് ആശയങ്ങളെ നാടക സംഘങ്ങളിലൂടെ പുകഴ്ത്തുന്നതിനോടൊപ്പം വലതുപക്ഷ കോൺഗ്രസ് അനുഭാവികളെ പ്രീതിപ്പെടുത്താനായി ഉമ്മൻചാണ്ടിയുടെ കഥാപാത്രത്തെ പെട്ടെന്ന് രംഗത്തിറക്കിയതും ഒരുതരം രാഷ്ട്രീയ പ്രീണനമായിട്ടാണ് തോന്നിയത്. സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഏറ്റവും വലിയ വിമർശനം നേരിട്ടത് നായിക KPSC റബേക്കയെ ജോണി ആന്റണിയുടെ കഥാപാത്രമായ ആനന്ദൻ മുതലാളി ജീപ്പിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന രംഗത്തിനാണ്. ഈ അതിക്രമത്തെ ഹാസ്യ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയുമാണ് സംവിധായകൻ ചിത്രീകരിച്ചത്. ദിലീപ് കാലഘട്ടത്തിലെ നിലവാരമില്ലാത്ത ബലാത്സംഗ കോമഡി രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ സീൻ. തന്റെ മുൻപത്തെ ചിത്രങ്ങളിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും കൺസെന്റിനെ കുറിച്ചുമെല്ലാം ഘോരഘോരം പ്രസംഗിച്ച അതേ ഡിജോ ജോസ് ആന്റണിയാണ് ഈ രംഗം ഒരുക്കിയത് എന്ന് പ്രത്യേകം ഓർക്കണം. കഥാപാത്രങ്ങളുടെ രൂപീകരണത്തിലും വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നു. ടൊവിനോ തോമസ് ശാരീരികമായി വേഷത്തോട് നീതി പുലർത്തിയെങ്കിലും ചില സീനുകളിലെ അഭിനയം മികച്ചതായി വന്നില്ല. കയാതു ലോഹറിന്റെ മോശം ലിപ്സിംഗും അവർക്ക് യോജിക്കാത്ത ഡബ്ബിങ്ങും ആ കഥാപാത്രത്തിന്റെ ആഴം കുറച്ചു. ഒരു സാധാരണ മാസ് മസാല സിനിമയിലെ ചേരുവ എന്ന നിലയിൽ മാത്രമാണ് റബേക്ക എന്ന കഥാപാത്രം ഉപയോഗിക്കപ്പെട്ടത്. പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്തെ ലുക്ക് മികച്ചതായിരുന്നുവെങ്കിലും പ്രായമായ ഗെറ്റപ്പിലെ മോശം മേക്കപ്പും വിഗും കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ രൂക്ഷമായി വിമർശിച്ചു
വിമർശിക്കപ്പെടുകയാണ് ഉണ്ടായത്. മേക്കപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, സിനിമയിൽ ധാരാളം ലോജിക്കൽ മിസ്റ്റേക്കുകളും പ്രകടമായിരുന്നു. 1950കളിലെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾക്ക് തികച്ചും ആധുനിക രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് കൊടുത്തത്. മാത്രമല്ല 1980-90 കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ കറണ്ട് എത്തുന്നത്. എന്നാൽ ഈ കഥ നടക്കുന്ന കണിയാർ എന്ന മലയോര ഗ്രാമത്തിൽ 1950കളിലെ കറണ്ടുണ്ട്. ചരിത്രം പറയുന്ന സിനിമയിൽ ഇതൊരു ലോജിക്കൽ പ്രശ്നം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ മൈക്ക് ഉപയോഗിച്ചാണ് മലയോര ഗ്രാമത്തിലെ പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുന്നത് എന്നതും ലോജിക്കൽ പ്രശ്നം തന്നെയാണ്. സിനിമയിൽ പലയിടത്തും ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ അതിലെ പ്രിന്റിംഗ് എല്ലാം ആധുനിക കമ്പ്യൂട്ടർ പ്രിന്റിംഗിലെ ഫോണ്ടുകളാണ്. ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത്തരം മലയാളം ഫോണ്ടുകളല്ല വരിക. ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. എന്നിരുന്നാലും ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു നല്ല സിനിമ ഉണ്ടാവുകയുള്ളൂ. സിനിമയിൽ പലയിടത്തും കാണുന്ന ആധുനിക കെട്ടിടങ്ങൾ 1950കളിലെ അന്തരീക്ഷത്തിന് ഒട്ടും ചേരുന്നതായിരുന്നില്ല. ക്ലൈമാക്സിലെ ആക്ഷൻ രംഗങ്ങളിൽ എഡിറ്റർ ശ്രീജിത്ത് സാരംഗും സംഘവും AI അമിതമായി ഉപയോഗിച്ചതും സിനിമയ്ക്ക് മോശമായാണ് മാറിയത്. നായകൻ എറിയുന്ന കുന്തം വായുവിൽ വെച്ച് തോക്കിൽ നിന്ന് പുറത്തു വരുന്ന ബുള്ളറ്റുമായി കൂട്ടിയിടിക്കുന്ന രംഗം തെലുങ്കു നടൻ ബാലകൃഷ്ണയുടെ സിനിമകളെ ഓർമ്മിപ്പിച്ചു. ആദ്യ പകുതിയിൽ കമ്മ്യൂണിസ്റ്റുകാരും പള്ളിയും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടമായി തുടങ്ങിയ കഥ രണ്ടാം പകുതിയിൽ പെട്ടെന്ന് സ്വർണ്ണഖനന ഉപകഥയിലേക്ക് മാറിയത് ആദ്യ പകുതിയിലെ സങ്കീർണമായ രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കുകയാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെന്ന് ഒരു ഭാഗത്ത് പ്രസംഗിക്കുമ്പോഴും തൊട്ടുമുമ്പത്തെ സീനിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ നക്ഷത്രം കത്തിക്കുന്ന തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും സിനിമയിലുണ്ടായിരുന്നു. ഷൂട്ടിംഗിന്റെ സമയത്ത് കാഞ്ഞാറിലെ മലങ്കര റിസർവോയറിന് സമീപം ചിത്രീകരണത്തിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിന് അണിയറ പ്രവർത്തകർക്ക് പ്രാദേശിക ഭരണകൂടം 50,000 രൂപ പിഴ ചുമത്തിയതും സിനിമയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ ടിജോ ടോമിയുടെ ക്യാമറയും ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവും സാങ്കേതികമായി സിനിമയ്ക്ക് ജീവൻ നൽകാൻ ശ്രമിച്ചിരുന്നു. ചുരുക്കത്തിൽ വൻ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തി പരാജയപ്പെട്ട പള്ളിച്ചട്ടമ്പി യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്ത ഒരു വിഫല ശ്രമമായിരുന്നു. ഒടുവിൽ വ്യക്തമായ ഒരു ക്ലൈമാക്സ് നൽകാതെ അനാവശ്യമായി രണ്ടാം ഭാഗത്തിനുള്ള സൂചനകൾ നൽകി അവസാനിപ്പിച്ചത് പ്രേക്ഷകരിൽ വലിയ തോതിലുള്ള മടുപ്പാണ് ഉണ്ടാക്കിയത്. വലിയ ക്യാൻവാസിലുള്ള കഥയുടെ ത്രെഡ് ഉണ്ടായെങ്കിലും ശക്തമായ വൈകാരിക അടിത്തറയില്ലാത്തതും ഉപരിപ്ലവമായ രാഷ്ട്രീയ നിലപാടുകളും കാരണം പള്ളിച്ചട്ടമ്പി ഒരു മികച്ച സിനിമാനുഭവമാകാതെ പോവുകയാണ് ഉണ്ടായത്. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.